Hi friends, once again welcome back to EduTutor. IGNOU യൂണിവേഴ്സിറ്റിയുടെ MEG1 ബ്രിട്ടീഷ് പോയട്രി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസംബർ 2020 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കൺസീറ്റ്? Cite examples of conceit from Donne's poems and explain it. A conceit is an extended, elaborate, and often surprising metaphor that draws a striking comparison between two very different things. It is a distinctive feature of metaphysical poetry, where poets use intellectual wit and imaginative reasoning to connect ideas that may seem unrelated. Conceits are not simple comparisons. They are developed in detail and used to explore complex emotions such as love, spirituality, and time. നമ്മൾ മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നുവല്ലോ, അതിൽ മെറ്റഫേഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, മെറ്റാഫിസിക്കൽ പോയട്രിനെ കുറിച്ച് പഠിച്ചപ്പോൾ. അപ്പോൾ ഇവിടെ കൺസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസീറ്റ് രണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തരത്തിൽ യോജിക്കാത്ത രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുക. എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? വിത്ത് എന്തെങ്കിലും ഒരു എലോബറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു സർപ്രൈസിങ് മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ട്, ഓക്കെ, ഏതെങ്കിലും ഒരു മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന രണ്ട് വ്യത്യസ്ത സംഭവങ്ങളെ അല്ലെങ്കിൽ വ്യത്യസ്ത കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന കൺസീറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഒരു ഫീച്ചറാണ്. ഇത് മെറ്റാഫിസിക്കൽ പോയട്രിയിലാണ് നമ്മളിത് കണ്ടുവരുന്നത്. അപ്പോൾ ഈ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഈ പോയറ്റ്സിൻ്റെ ഒരു അവരുടെ ഒരു ചിന്ത, അല്ലെങ്കിൽ എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്? ഫോർ ഇൻ്റലക്ച്വൽ വിറ്റ്, ഓക്കെ, ഡബിൾ ഇൻവേർട്ടഡ് കോമയാണത്. ഇൻ്റലക്ച്വൽ വിറ്റ് ആൻഡ് ഇമാജിനേറ്റീവ് റീസണിങ്. ഇമാജിനേറ്റീവ് റീസണിങ്ങിനും ഇൻ്റലക്ച്വൽ വിറ്റിനും വേണ്ടിയാണ് പോയറ്റ്സ് ഈ പറയുന്ന പരിപാടി ചെയ്യുന്നത്. കൺസീറ്റ്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കമ്പാരിസൺസ് ഒന്നുമല്ല, ബട്ട് ദേ ആർ ഡെവലപ്ഡ് ഇൻ ഡീറ്റെയിൽ. അവരെന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത്? ലൈക്ക് കോംപ്ലക്സ് ഇമോഷൻസ് ലൈക്ക് ലവ്, സ്പിരിച്വാലിറ്റി, ടൈം, ഇതൊക്കെയാണ് അവർ പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീം. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാസ്റ്റേഴ്സ് ഓഫ് ദ കൺസീറ്റ് ഈസ് ജോൺ ഡൺ. His poetry is known for its originality and depth, and his conceits often surprise the reader by linking abstract ideas with concrete images. ഇതിൽ ഏറ്റവും അറിയപ്പെടുന്ന കൺസീറ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയറ്റായിട്ടുള്ള ജോൺ ഡൺ ആണ് കൺസീറ്റ്സിൻ്റെ ഒരു എന്താ പറയുക ഗ്രേറ്റസ്റ്റ് മാസ്റ്റർ എന്ന് തന്നെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ പോയട്രി വർക്ക്സുകളിലെല്ലാം തന്നെ ഒരു ഒറിജിനാലിറ്റി, ഒരു ഡെപ്ത്ത്, ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? സർപ്രൈസിങ് ആയിട്ടുള്ള ഈ പറയുന്ന കൺസീറ്റ്സുകൾ ഉപയോഗിച്ച്, മെറ്റഫേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റീഡറിൻ്റെ മൈൻഡിനെ അദ്ദേഹം ആ ഒരു പോയത്തിലോട്ട് വലിച്ചഴക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൺസീറ്റ് ഉപയോഗിച്ചുകൊണ്ട് പോയറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന റീഡേഴ്സ് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആഴത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരു തരത്തിൽ എന്താ പറയുക, ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ലെവലിലോട്ട് അവർ പോലും എത്തിപ്പെടാനായിട്ട് ഈ പറയുന്ന കൺസീറ്റുകൾക്ക് ഒരു മാജിക്കൽ പവറുണ്ട്. A famous example of conceit appears in Donne's poem, A Valediction Forbidding Morning. In this poem, Donne compares the relationship between two lovers to a pair of compasses used in geometry. One leg of the compass remains fixed at the center, while the other moves around but is always connected. The fixed leg represents the beloved who stays at home,
while the moving leg represents a speaker who travels. Despite the distance, they remain connected and balanced. This conceit beautifully expresses the idea that true love is spiritual and unbreakable, even when physically separated. എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ഡോണിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള പോയമാണ്. അതിൽ ഈ ഒരു മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു കൺസീറ്റ് അത് വളരെ മനോഹരമായിട്ട് മെറ്റഫേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് വ്യത്യസ്ത എങ്ങനെയായാലും കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഈ മെറ്റഫേഴ്സ് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ട് ലവേഴ്സിനെ അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത് ജിയോമെട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന കോമ്പസസ് അതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. കോമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കാല് പോലെയുണ്ട് അല്ലേ, രണ്ട് കാലുണ്ട്. പക്ഷെ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരുമിച്ചാണ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് രണ്ട് പോയിൻറ്റ്സ് താഴത്തേക്ക് രണ്ട് ലെഗ്സ് ഇങ്ങനെ വരുന്നത്. അതിൽ ഒരു ലെഗ് എന്ന് പറയുന്നത് താഴത്തെ ഇങ്ങനെ കുത്തുന്നു, ഓക്കെ, ആൻഡ് മറ്റേ ലെഗ് ഉപയോഗിച്ചിട്ടാണ് അതിങ്ങനെ മൂവ്സ് അറൗണ്ട് അല്ലേ, അതിങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് വട്ടം വരയ്ക്കാൻ ഇതിനൊക്കെ മറ്റേ ഒരു പോർഷനാണ് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ കോമ്പോസിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള മിഡിൽ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ ഒരു ലെഗ് ഉണ്ടല്ലോ, അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ലവേഴ്സിലെ ആ ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. അവളെപ്പോഴും വീട്ടിലായിരിക്കും. അതേസമയം മറ്റേ മൂവിങ് ലെഗ് അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് സ്പീക്കറിന് തന്നെയാണ്. സ്പീക്കർ ഹു ട്രാവൽസ്, അദ്ദേഹം ട്രാവൽ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവിടെ മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യം അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്, ഇവർ തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന വ്യക്തിയും ട്രാവൽ ചെയ്യുന്ന വ്യക്തിയും തമ്മിൽ വളരെയധികം ഡിസ്റ്റൻസ് ഉണ്ട് ഫിസിക്കലി. അതുതന്നെയാണ് കോമ്പോസിൻ്റെ കാര്യത്തിലും. ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്, രണ്ടും ഒരുമിച്ചല്ല. അതേസമയം ദേ ആർ കണക്റ്റഡ്. കാരണം ഒരു കോമ്പോസ് എന്ന് പറയുന്നത് രണ്ട് ലെഗ്സും അത് ഒരു ജോയിൻറ്റിൽ നിന്നുമാണ് വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത് കണക്റ്റഡ് ആണ്, ബാലൻസ്ഡ് ആണ് എന്നുള്ളത് അവരുടെ ലവ്. അപ്പോൾ ഇതിങ്ങനെ ബ്യൂട്ടിഫുൾ എക്സ്പ്രസ് ചെയ്യുന്നത് ട്രൂ ലവ് എന്ന് പറയുന്നത് സ്പിരിച്വലാണ്, അൺബ്രേക്കബിൾ ആണ്, അതുപോലെ ഫിസിക്കലി അതേസമയം ഇവർ സെപ്പറേറ്റഡുമാണ്. Another striking example is found in the flea. Here, Don uses a flea as a central image to persuade his beloved to accept his love. He argues that since the flea has bitten both of them and mixed their blood, they are already united in a symbolic way. The comparison between a tiny insect and the sacred bond of love or marriage is unexpected and even shocking. However, Don develops this conceit logically and humorously to make his argument more persuasive. മറ്റൊരു എക്സാമ്പിൾ ഇവിടെ ഡോൺ കൊടുക്കുന്നത് ദ ഫ്ലീ എന്ന ഒരു പോയമാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ബിലവഡിനോടുള്ള സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുന്നത് ഫ്ലീ എന്നുള്ള ഒരു ഇമേജ് വെച്ചാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ കടിച്ച അതേ ഫ്ലീ തന്നെ അദ്ദേഹത്തിൻ്റെ ബിലവഡിനെയും കടിച്ചു. അങ്ങനെ ഞങ്ങളുടെ രണ്ട് പേരുടെയും ബ്ലഡ് മിക്സായി, അങ്ങനെ ഞങ്ങൾ യുണൈറ്റഡായി എന്നാണ് അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൺസീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് എന്ന രീതിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫോർ. എങ്ങനെയാണെങ്കിലും ഇവിടുത്തെ കൺസീറ്റ് ഇദ്ദേഹം ഉപയോഗിക്കുന്നതിനുള്ള മെയിൻ റീസൺ ഇതൊരു ഹ്യൂമറസ് വേ അതേസമയം കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുമാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലീ എന്ന ഒരു ഇമേജിനെ. In The Sun Rising, Don presents another interesting conceit by addressing the sun as if it were a person and claiming that the lover's bedroom is the center of the universe. He suggests that
The world's riches and kingdoms are contained with their love. The conceit elevates personal love to cosmic level, showing its power and importance. ദ സൺ റൈസിങ് എന്ന് പറയുന്ന മറ്റൊരു പോയത്തിൽ ഡോൺ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കൺസീറ്റ് ആയിട്ട് അല്ലെങ്കിൽ മെറ്റഫറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സണ്ണിനെയാണ്. ഇവിടെ സൺ എന്ന് പറയുന്നത് ഒരു പേഴ്സണായിട്ട്, ഒരു വ്യക്തിയായിട്ടാണ് ഡോൺ ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ആ പേഴ്സണോടുള്ള അല്ലെങ്കിൽ സൺ എന്ന സൂര്യനോടുള്ള അതിയായ സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ കൺസീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് സണ്ണാണ്, സൂര്യനാണ്. സൂര്യൻ്റെ ഒരു പ്രത്യേകത വളരെ പവർഫുള്ളാണ്. അതേസമയം യൂണിവേഴ്സിൽ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജാണ് ഈ സൂര്യൻ. അപ്പോൾ അത്രമാത്രം ഡോൺ ഇമ്പോർട്ടൻ്റ് നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിനോട്. He gives more importance to the sun, as well as he also consider it as a powerful weapon. These examples show that Dawn's conceits are not merely decorative. They serve to deepen meaning and engage the reader's intellect. By combining emotion with reasoning, Dawn transforms ordinary experiences into profound reflections on love and life. അങ്ങനെ ഡോൺ ഇവിടെ അദ്ദേഹം കുറച്ച് എക്സാമ്പിൾസുകളിൽ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ കൺസീറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ചിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേസമയം ഇത് വെറുതെ ഒരു ഡെക്കറേറ്റീവായിട്ടല്ല, പക്ഷെ വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ആൻഡ് ഇറ്റ് ക്യാൻ ബി വെരി മാജിക്കൽ. ഇവിടെ ഇമോഷനെ റീസണിങ്ങുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സാധാരണ ഓർഡിനറി എക്സ്പീരിയൻസസ്, it is reflected as love and life. In conclusion, a conceit is a bold and extended metaphor that connects seemingly unrelated ideas in a clever and meaningful way. Through his inventive use of conceits, John Donne enriches his poetry and challenges readers to think deeply about the nature of human experience. അപ്പോൾ ഈ കൺക്ലൂഷൻ പറയുമ്പോൾ എന്താണ് കൺസീറ്റ് എന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കൺസീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലാർജ് വേ, അല്ലെങ്കിൽ കുറച്ചും കൂടി എലോബറേറ്റ് ചെയ്തിട്ട് മെറ്റഫറിനെ രണ്ട് എന്താ പറയുക, റിലേറ്റഡ് അല്ലാത്ത വസ്തുക്കളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു മെറ്റഫർ വഴി കമ്പൈൻ ചെയ്യുന്ന ഒരു രീതിയാണ്. വെറുതെ ഒരു മെറ്റഫർ അല്ല, പക്ഷേ കുറച്ചും കൂടി എക്സ്പാൻഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ലാർജർ മെറ്റഫറാണ്. ജോൺ ഡൺ അദ്ദേഹത്തിൻ്റെ പോയിട്രിയിൽ ഈ കൺസീറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോയിട്രിയെ കുറച്ചുകൂടി റിച്ച് ആക്കാനും റീഡേഴ്സിനെ കുറച്ചുകൂടി ഡീപ്ലി തിങ്ക് ചെയ്യാനും ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസസിനെ, നേച്ചറിനെ എല്ലാം ഉൾപ്പെടുത്താനും കൂടിയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ സം ഓഫ് ദ പ്രൈമറി ഇൻഫ്ലുവൻസസ് and the main literary sources to be found in Milton's early poetic works. The early poetic works of John Milton are shaped by a wide range of influences and literary sources that reflect both his deep scholarship and the intellectual climate of the Renaissance. These early poems, including Lycidas, Comus, El Allegro, Penseroso, and On the Morning of Christ's Nativity, show how Milton absorbed and transformed various traditions into his own distinctive poetic voice. ജോൺ മിൽട്ടൻ്റെ ആദ്യകാല കവിതകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അതുപോലെ തന്നെ നവോത്ഥാനത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭൗതികപരമായിട്ടുള്ള ചിന്തകളുമാണ് നിറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഏർലി പോയംസ് അദ്ദേഹം രചിച്ചിട്ടുള്ള പോയംസ് ഉണ്ട്. ലിസിഡാസ്, കോമസ്, എൽ അലെഗ്രോ, സെക്കൻഡ് പെൻസെരോസോ, ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി, ഇതിലെല്ലാം തന്നെ ഇത് കാണാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മിൽട്ടൺ ശരിക്കും മറ്റേ ഗ്രീക്ക്, റോമൻ, ക്ലാസിക്കലായിട്ടുള്ള കുറേ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്.
അങ്ങനെ ഈ വർക്കുകളിലെല്ലാം തന്നെ അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്തത് വേരിയസ് ട്രഡീഷൻസ്, വിവിധ ട്രഡീഷൻസ് അദ്ദേഹം പഠിച്ചു, അദ്ദേഹം കണ്ടു, അദ്ദേഹം അത് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പോയറ്റിക് വോയിസിൽ അത് എഴുതാനും തുടങ്ങി. One of the most important influences is classical Greek and Roman literature. Milton was deeply inspired by ancient poets such as Homer, Virgil, and Ovid. From them, he adopted elevated style, mythological references, and formal structures. For example, Lycidas follows the conventions of the classical pastoral elegy, where shepherds represent poets and nature reflects human emotion. Classical mythology frequently appears in his poetry, enriching it with a symbolic meaning. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ക്ലാസിക്കൽ ആയിട്ടുള്ള ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചർ വളരെയധികം ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഏൻഷ്യൻ പോയറ്റ്സ് ആയിട്ടുള്ള ഹോമർ, വെർജിൽ, ഓവിഡ് ഇവരുടെ എല്ലാം വർക്കുകൾ അദ്ദേഹത്തിനെ ധാരാളം ഇൻസ്പയർ ചെയ്തിരുന്നു. അവരുടെ സ്റ്റൈൽ, അതുപോലെ അവരുടെ മിത്തോളജിക്കൽ റെഫറൻസസ്, ഫോമൽ സ്ട്രക്ചേഴ്സ് ഇതെല്ലാം തന്നെ അദ്ദേഹം പകർത്താനായിട്ട് ശ്രമിച്ചു. അതിന് എക്സാമ്പിളായിട്ട് പറയാം അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ലിസിഡാസിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് കൺവെൻഷൻസ് ഓഫ് ദ ക്ലാസിക്കൽ പാസ്റ്ററൽ എലജിയാണ്. ആ ഒരു കാര്യം അദ്ദേഹം ഈ ലിസിഡാസ് എന്ന വർക്കിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ അവിടെ ഷെപ്പേർഡ്സ് റെപ്രസെൻ്റ് ചെയ്തത് പോയറ്റ്സിനെയും നേച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ഇമോഷനെയുമാണ്. ഇനി ക്ലാസിക്കൽ മിത്തോളജി ഫ്രീക്വൻ്റ്ലി അപ്പിയേഴ്സ് ഇൻ ഹിസ് പോയട്രി. ഓൾവേസ് അദ്ദേഹത്തിൻ്റെ പോയറ്റിൽ ക്ലാസിക്കൽ മിത്തോളജി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയതാണ്. അതെല്ലാം ഉപയോഗിക്കാൻ കാരണം അദ്ദേഹത്തിന് ഒരു സിംബോളിക് മീനിങ് ആയിട്ട് വളരെയധികം മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹത്തിന് തോന്നിയായിരുന്നു. അനദർ മേജർ സോഴ്സ് ഇസ് ദ ബൈബിൾ, which profoundly influences Milton's themes and moral vision. His strong Protestant faith is evident in poems like On the Morning of Christ's Nativity, where he celebrates the birth of Christ with grandeur and spiritual intensity. Biblical ideas of sin, redemption, and divine purpose are already present in his early works and later become central to his major poems. അതുപോലെ മിൽട്ടൻ്റെ മറ്റൊരു മേജർ സോഴ്സ് അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ബൈബിളാണ്. അതിൽ നിന്നും ധാരാളം തീംസ് മാത്രമല്ല, ഒരു മോറലായിട്ടുള്ള വിഷനും കൂടെ അദ്ദേഹത്തിന്, ഒരു മോറൽ കാഴ്ചപ്പാടും കൂടിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി എന്ന പോയത്തിൽ ഈ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ഫെയ്ത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ അദ്ദേഹം എടുത്തു പറയാനായിട്ട് ബർത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനത്തെക്കുറിച്ചിട്ടും അതിനെ സംബന്ധിച്ച് പിന്നീടുള്ള സ്പിരിച്വൽ ഇൻറ്റൻസിറ്റിയെ കുറിച്ചിട്ടും അതിൽ വിവരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിബ്ലിക്കൽ ഐഡിയാസ് ആയിട്ടുള്ള ബൈബിൾ മതവിശ്വാസികളുടെ ഒരു വിശ്വാസമായിട്ടുള്ള സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം, റിഡംഷൻ ആൻഡ് ഡിവൈൻ പേർപ്പസ് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സുകളിൽ കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഇൻ ദിസ് വർക്ക് ഓഫ് ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി. Milton was also deeply influenced by Renaissance humanism, which emphasized learning classical knowledge and the development of individual talent. His poetry reflects a balance between classical culture and Christian belief. His wide reading and education allowed him to blend intellectual depth with artistic beauty, a hallmark of Renaissance literature. അതുപോലെ തന്നെ മിൽട്ടണിനെ ആകർഷിച്ച മറ്റൊരു സംഭവമാണ് റിനൈസൻസ് ഹ്യൂമാനിസം. അവിടെ ധാരാളം ലേണിങ്ങിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ക്ലാസിക്കൽ നോളജ്, അതുപോലെ ഓരോ വ്യക്തിയുടെയും ടാലൻറ്റിനെ എൻകറേജ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണത്. The influence of Italian Renaissance poets is also significant. Writers such as Dante Alighieri and Petrarch shaped Milton's lyrical style and use of the sonnet form. Milton admired Italian culture and even composed poems in Italian, showing his engagement with European literary traditions. മിൽട്ടൻ്റെ പോയട്രീസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ ലൈഫ് എടുക്കുകയാണെങ്കിൽ
നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒത്തിരി ഘടകങ്ങളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇറ്റാലിയൻ റിനൈസൻസ് പോയറ്റ്സ്. അദ്ദേഹം അഡ്മയർ ചെയ്യുക മാത്രമല്ല, അവരിൽ നിന്നും അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയി. അതുപോലെ അവരുടെ പോയംസ് മാത്രമല്ല, ആ പോയറ്റ്സുകളെ പോലും അദ്ദേഹം പലപ്പോഴും അനുകരിക്കാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ റൈറ്റേഴ്സ് ആയിട്ടുള്ള ഡാൻറ്റെ അലിഗരി, പെട്രാർക്ക്, ഇവരൊക്കെ മിൽട്ടൻ്റെ ലിറിക്കൽ സ്റ്റൈലിനെ കുറച്ചും കൂടി ഷേപ്പ് ചെയ്യാൻ സഹായിച്ച വ്യക്തികളാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സോനറ്റ് ഫോമിനെയും അവർ ഒരുപാട് അവരുടെ ഇൻഫ്ലുവൻസ് മുഖേന ഇദ്ദേഹത്തിന് ധാരാളം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മിൽട്ടൺ അഡ്മയർഡ് ദിസ് ഇറ്റാലിയൻ കൾച്ചർ. അതുപോലെ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റാലിയൻ പോയംസ്. അതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് കേട്ടോ. അദ്ദേഹത്തിന് അതിൽ നിന്ന് ഇൻസ്പയർഡ് മാത്രമല്ല, അദ്ദേഹത്തിന് അവിടെ ഇറ്റാലിയൻ പോയംസ് കമ്പോസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം യൂറോപ്യൻ ലിറ്റററി ട്രഡീഷൻസൊക്കെ ഇദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. In addition, Milton was influenced by earlier English poets, especially Edmund Spenser and William Shakespeare. Spenser's rich imagery, allegorical style, and moral seriousness had a strong impact on Milton's early poetry. Shakespeare's dramatic power and command of the language also contributed to Milton's artistic development. അതിനുശേഷം അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോയറ്റ്സ് അവരാൽ അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡായി സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളാണ് എസ്പെഷ്യലി എഡ്മണ്ട് സ്പെൻസർ, അതുപോലെ വില്യം ഷേക്സ്പിയർ. ഓക്കെ, അപ്പോൾ മിൽട്ടൺ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ധാരാളം വ്യക്തികളുണ്ട്, ധാരാളം കൾച്ചേഴ്സ് ഉണ്ട്. അതിലൊരു വിഭാഗമാണ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ എസ്പെഷ്യലി നമുക്ക് എടുത്തു പറയാനായിട്ട് എഡ്മണ്ട് സ്പെൻസർ, വില്യം ഷേക്സ്പിയർ. ഇതിൽ സ്പെൻസേഴ്സിൻ്റെ റിച്ച് ഇമേജറി, അലിഗോറിക്കൽ സ്റ്റൈൽ, മോറൽ സീരിയസ്നെസ്, ഇതെല്ലാം തന്നെ മിൽട്ടൻ്റെ ഏർലി പോയട്രിയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷേക്സ്പിയേഴ്സിൻ്റെ ഡ്രാമാറ്റിക് പവറും അതുപോലെ കമാൻഡ് ഓഫ് ലാംഗ്വേജും ഇതും മിൽട്ടൻ്റെ ആർട്ടിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെ സഹായിച്ചു. ഫൈനലി, മിൽട്ടൺസ് കോമസ് റിഫ്ലെക്ട്സ് ദ കോർട്ട് മോസ്ക് ട്രഡീഷൻ, a popular form of aristocratic entertainment combining poetry, music, and drama. This shows how contemporary cultural forms also shaped his writing. In conclusion, Milton's early poetic works draw from a rich mixture of classical, biblical, humanist, Italian, and English sources. These influences helped him develop a unique poetic style that combines intellectual depth, moral seriousness, and artistic excellence. അതുപോലെ മറ്റൊരു കാര്യം ഫൈനലി ഒരു കാര്യം കൂടിയാണ് അതിൽ പറയാനുള്ളൂ. അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് കോർട്ട് മോസ്ക് ട്രഡീഷനാണ്. കോർട്ട് മോസ്ക് ട്രഡീഷൻ എന്ന് പറയുന്നത് അതൊരു പോപ്പുലർ ഫോം ആയിട്ടുള്ള അരിസ്റ്റോക്രാറ്റിക് എൻ്റർടൈൻമെൻ്റ് ആണ്. അതിൽ പോയട്രി, മ്യൂസിക്, ഡ്രാമ ഇതെല്ലാം തന്നെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് കോണ്ടംപററി കൾച്ചറൽ ഫോംസ് പോലും അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ ധാരാളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ അദ്ദേഹത്തിൻ്റെ ആർട്ട് വർക്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസ് എ കൺക്ലൂഷൻ നമുക്ക് ഇങ്ങനെ പറയാം, മിൽട്ടൻ്റെ ഏർലി പോയറ്റിക് വർക്ക്സ് എന്ന് പറയുന്നത് അദ്ദേഹം ധാരാളം വ്യക്തികളാൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തിയാണ്. എസ്പെഷ്യലി ക്ലാസിക്കൽ, ബിബ്ലിക്കൽ, ഹ്യൂമാനിസ്റ്റ്, ഇറ്റാലിയൻ ആൻഡ് ഇംഗ്ലീഷ് സോഴ്സസ് അദ്ദേഹത്തിന് ധാരാളം മാറ്റങ്ങൾ വരുത്താനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചു. ഇനി ഈ ഇൻഫ്ലുവൻസസ് ഒക്കെ തന്നെ ഹെൽപ്ഡ് ഹിം എന്തിനാണ് ടു ഡെവലപ്പ് എ യുനിക് പോയറ്റിക് സ്റ്റൈൽ. ഒരു യുനിക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോയറ്റിക് സ്റ്റൈൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഇൻ്റലക്ച്വൽ ഡെപ്ത്, മോറൽ സീരിയസ്നെസ്, ആർട്ടിസ്റ്റിക് എക്സലൻസ് എന്നുള്ള അങ്ങനെ അത് കമ്പൈൻ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വുഡ് യു കൺസിഡർ സറ്റയർ ടു ബി ഗ്രേറ്റ് പോയട്രി? Discuss with reference to Mac Flecknoe. Satire can certainly be considered great poetry when it combines artistic skill, intellectual depth, and social purpose. This is clearly demonstrated in Mac Flecknoe by John Dryden,
one of the finest examples of satirical verse in English literature. The poem shows how satire, though often humorous and critical, can achieve the qualities of great poetry through its form, style, and insight. സറ്റയർ അല്ലെങ്കിൽ പരിഹാസം എന്നത് പോയിട്രിയിലെ ഒരു ഗ്രേറ്റസ്റ്റ് പോയിട്രി ആണോ, അല്ലെങ്കിൽ അതൊരു നല്ല രീതിയാണോ പോയറ്റിക് ലെവലിലെന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ്. അത് വെറുതെ എഴുതുന്നതല്ല. സറ്റയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സറ്റാരിക്കൽ പോയട്രി എന്ന് പറയുന്നത് അതൊരു വേറൊരു മെത്തേഡാണ്. ആക്ച്വലി റീഡേഴ്സ് റിയലി എൻജോയ് ദിസ് സറ്റാരിക്കൽ പോയട്രീസ്. അതിന് ഒരു പ്രത്യേക കഴിവ് വേണം. ആർട്ടിസ്റ്റിക് സ്കിൽ, ഇൻ്റലക്ച്വൽ ഡെപ്ത് ആൻഡ് സോഷ്യൽ പേർപ്പസ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വളരെ മനോഹരമായിട്ട് മാക് ഫ്ലെക്നോ എന്ന ഒരു സ്റ്റോറി ജോൺ ഡ്രൈഡൻ എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സറ്റാരിക്കൽ പോയട്രിയാണത് കേട്ടോ. സറ്റാരിക്കൽ പോയട്രിയാണത്, സ്റ്റോറിയല്ല. ജോൺ ഡ്രൈഡനാണ് എഴുതിയിട്ടുള്ളത്. മാക് ഫ്ലെക്നോയെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ആദ്യം ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്നല്ലോ, ജൂൺ 2010 സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മീൻസ് ഇതിന് മുന്നിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ കവറായി പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പറയുന്ന സറ്റയർ പോയട്രി അതിൻ്റെ ഒരു പ്രത്യേകത വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള അതേസമയം ക്രിട്ടിക്കലുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ലൊരു സറ്റയർ പോയട്രി ഫോം ചെയ്യാനായിട്ട് അതിൻ്റെ ഫോം, സ്റ്റൈൽ, ഇൻസൈറ്റ്, ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പോയട്രി വളരെ മനോഹരമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. Mac Flecknoe is a mock heroic poem in which Dryden attacks his contemporary Thomas Shadwell by portraying him as the rightful heir to the kingdom of dullness. The poem presents Shadwell as the successor of Richard Flecknoe, a figure symbolizing mediocrity and poetic incompetence. Through exaggeration and irony, Dryden ridicules Shadwell's literary abilities and character. ഇവിടെ ഡ്രൈഡൻ്റെ സമകാലീനനാണ് തോമസ് ഷേഡ്വെൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇതിൽ പരിഹസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലെക്നോ എന്നുള്ള ഒരു ക്യാരക്ടറിനെ ഉപയോഗിച്ചുകൊണ്ടാണ് തോമസ് ഷേഡ്വെലിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ പരിഹസിക്കുക അല്ലെങ്കിൽ സറ്റയർ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഡ്രൈഡൻ എന്താണ് ചെയ്തത്, വളരെ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്യുകയാണ് കുറേ അധികം സാധനങ്ങൾ, കുറേ സംഭവങ്ങളെ അദ്ദേഹം വല്ലാതെ പുകഴ്ത്തി വളരെ മനോഹരമായിട്ട് കുറേ എബിലിറ്റീസ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. കാര്യം പിടികിട്ടിയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഈ ഫ്ലെക്നോ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു മന്ദബുദ്ധിയായ അല്ലെങ്കിൽ ശരിക്കും നോൺസെൻസ് ആയിട്ടുള്ള ഒരു റൂളറാണ്. ഓക്കെ, നോൺസെൻസ് റൂളർ എന്ന് തന്നെയാണ് ഇതിൽ അദ്ദേഹത്തെ വിളിക്കുന്നതും ഈ പോയത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് നോൺസെൻസ് റൂളർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഡ്രൈഡൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അതെങ്ങനെയാണ് പരിഹസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അങ്ങനെ പരിഹസിക്കാതെ ഇദ്ദേഹത്തെ വളരെയധികം പുകഴ്ത്തി പറയുകയാണ്. പക്ഷെ ആ പുകഴ്ത്തി പറയുന്നത് ശരിക്കും പുകഴ്ത്തുന്നതല്ല, അദ്ദേഹത്തിനെ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, one of the main reasons why satire like Mac Flecknoe can be considered great poetry is its artistic craftsmanship. Dryden uses the heroic couplet, a refined and controlled poetic form, to deliver his criticism. The balance, rhythm and precision of his language demonstrate high poetic skill. The contrast between the elevated style and the trivial subject, a dull poet, creates humor and enhances the satirical effect. ഇതിവിടെ ഡ്രൈഡൻ്റെ പോയിട്രിയുടെ വലിയൊരു പ്രത്യേകത തന്നെയാണ് കാണിക്കുന്നത്.
അദ്ദേഹം മാക് ഫ്ലെക്നോയെ ഇവിടെ സറ്റായറായിട്ട് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതിന് പിന്നിൽ ഡ്രൈഡൻ്റെ വലിയൊരു ആർട്ടിസ്റ്റിക് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഡ്രൈഡൻ യൂസസ് എ ഹെറോയിക് കപ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെക്നോയെ അദ്ദേഹം വലിയൊരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. പക്ഷെ അതേസമയം ഇദ്ദേഹം ഒരു നോൺസെൻസ് റൂളറാണ് എന്നും കൂടിയും പറയുന്നുണ്ട്. ആ ഒരു വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എങ്ങനെയാണ് പോയത്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ക്രിറ്റിസിസം ഡെലിവർ ചെയ്യുന്നത്. അതുപോലെ ദ ബാലൻസ്, റിതം, പ്രിസിഷൻ ഓഫ് ഹിസ് ലാംഗ്വേജ് ഡെമോൺസ്ട്രേറ്റ് ഹൈ പോയറ്റിക് സ്കിൽ. അദ്ദേഹത്തിൻ്റെ പോയറ്റിക് സ്കില്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബാലൻസ് ചെയ്യാനും റിതം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ധാരാളം ഹ്യൂമർ ഇതിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സറ്റാരിക്കൽ ഇഫക്റ്റും ഈ പോയത്തിന് ലഭിക്കുന്നത്. Another important feature is wit and intellectual brilliance. Dryden's satire is not merely abusive, it is clever and inventive. He constructs an entire imaginary kingdom of dullness, complete with ceremonies and rituals to mock Shadwell. This imaginative framework shows that satire can involve complex creativity, not just a simple criticism. ഇവിടെ ഡ്രൈഡൻ ഉപയോഗിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് വിറ്റ്, അതുപോലെ ഇൻ്റലക്ച്വൽ ബ്രില്യൻസ്. ഡ്രൈഡൻ വെറുതെ ഒരാളെ അബ്യൂസ് ചെയ്തുകൊണ്ടോ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ പോയം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മറിച്ച് വളരെ ക്ലെവറായിട്ട്, വളരെ ഇൻവെൻറ്റീവായിട്ടാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ ഷെയ്ഡ്വെൽ എന്ന ആ ഒരു റൂളർ അദ്ദേഹത്തിന് വളരെ മോശമായിട്ടുള്ളൊരു ഡള്ളായിട്ടുള്ള ഭരണത്തെ അദ്ദേഹം ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയിട്ട്, ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്നോ എന്ന് പറയുന്ന ഈ ഒരു പോയം അദ്ദേഹം രചിച്ചത്. Satire also serves a moral and social function which contributes to its greatness. In Mac Flecknoe, Dryden is not only attacking an individual but also criticizing bad literature and the decline of artistic standards. By exposing mediocrity, satire encourages readers to value quality and excellence in art. Thus, satire becomes a tool for cultural and moral correction. അതുപോലെ ഇവിടെ സറ്റയർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈഡൻ മോറലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള കുറേ വാല്യൂസ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ലിറ്ററേച്ചറിലോട്ട്. മാക് ഫ്ലെക്നോ എന്ന ഒരു പോയത്തിൽ ഡ്രൈഡൻ വെറുതെ ഒരു ഇൻഡിവിജ്വലിനെ അറ്റാക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. മറിച്ച് അന്ന് നടന്നുകൊണ്ടിരുന്ന കുറേ സാമൂഹ്യ പ്രശ്നങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അന്നത്തെ ലിറ്ററേച്ചർ വളരെ മോശമായിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ആയിരുന്നു അന്നത്തേത്. കാരണം അന്ന് ഒരു എൻകറേജ്മെൻ്റ്, ഒരു സപ്പോർട്ടോ ലിറ്ററേച്ചറിന് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റിക് സ്റ്റാൻഡേർഡ്സിനൊക്കെ ഡിക്ലൈൻ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ താന്നുകൊണ്ടിരുന്ന, അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സറ്റയർ പോയട്രിക്ക് വലിയ വാല്യൂ ഉണ്ട് എന്ന് പറയുന്നത്. കാരണം ഇതുപോലെയുള്ള സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ ഒന്ന് പൊന്തിച്ച് കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ ആ ലിറ്ററേച്ചറിനൊക്കെ ഒരു പ്രോഗ്രസ് ഉണ്ടാവാനായിട്ട് ഈ പറയുന്ന സറ്റയർ പോയട്രീസിന് സാധിച്ചു. കൾച്ചറൽ അതുപോലെ മോറൽ കറക്ഷൻ നടത്താനായിട്ട് ഈ പറയുന്ന സറ്റാരിക്കൽ പോയട്രീസിന് സാധിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മിക്കേണ്ടുള്ളതാണ്. Furthermore, the poem demonstrates the power of language and imagery. Dryden uses vivid descriptions, grand comparisons, and ironic praise to highlight Shadwell's shortcomings. The mock heroic tone, which treats a trivial subject with epic seriousness, adds depth and humor to the poem. ഇവിടെ ഷാഡ്വെൽ എന്ന ആ കിങ് ഒരു എന്താ പറയുക, നോൺസെൻസ് റൂളറാണ്. അദ്ദേഹത്തിന് ധാരാളം ഷോർട്ട് കമ്മിങ്സ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സുകൾ സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം തന്നെ ഡ്രൈഡൻ അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ വിവരിച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള ഇമേജറീസ് ഉപയോഗിച്ചുകൊണ്ടും കമ്പാരിസൺസ് ഉപയോഗിച്ചുകൊണ്ടും കുറേയധികം ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് വളരെ മനോഹരമായിട്ട് ഹ്യൂമറസ് ആയിട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതേസമയം മീനിങ് ഫുള്ളുമാണ്. However, some critics argue that satire may not always reach the emotional depth of other forms of poetry, such as lyric or epic poetry, because it focuses more on criticism than on universal human experience. Yet, McFlecknoe shows that satire can still engage readers intellectually and aesthetically. എന്നാൽ സം ക്രിട്ടിക്സ് വിമർശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ കാണുന്ന പോയട്രിയും സറ്റയറിക്കൽ പോയട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ജനങ്ങൾക്ക് പോയട്രിയുമായിട്ട് അത്രയും കണക്റ്റഡ് ആവാൻ സാധിക്കില്ല എന്നാണ് വിമർശിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് പോയറ്റ്സ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അവർ ഹ്യൂമൻ ടച്ച്, ഹ്യൂമൻ എക്സ്പീരിയൻസസ് ഇതെല്ലാം തന്നെ അതിലൂടെയാണ് സാധാരണ പോയട്രി രചിക്കുന്നത്. അതേസമയം ഈ സറ്റാരിക്കൽ പോയട്രിയിലുള്ള വ്യത്യാസം അവരാകെപ്പാടെ എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെയോ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ പരമാവധി പരിഹസിച്ചുകൊണ്ടാണ് പോയം എഴുതുന്നത്. അവിടെ ഹ്യൂമറാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഇതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഈ സറ്റാരിക്കൽ പോയട്രീസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റീഡേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വലി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡെപ്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ക്രിറ്റിസിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സറ്റയർ അല്ലെങ്കിൽ ആ ഒരു പരിഹാസം എന്ന് പറയുന്നത് അന്നത്തെ ആ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേയധികം കാര്യങ്ങളായിരിക്കും. ഇൻ കൺക്ലൂഷൻ, satire can indeed be considered great poetry when it combines wit, artistry and purpose. McFlecknoe is a perfect example of how satire can achieve literary excellence. Through its masterful use of form, imaginative power, and critical insight, Dryden's poem proves that satire is not merely a form of attack but a sophisticated and valuable mode of poetic expression. സറ്റയർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൺക്ലൂഷനിലേക്ക് കടക്കുകയാണ്. ഇതൊരു ഗ്രേറ്റ് പോയിട്രി തന്നെയാണ്. ഇതിൽ വിറ്റ്, ആർട്ടിസ്ട്രി, പേർപ്പസ് ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് അല്ലേ. കുറേയധികം ഹ്യൂമർ ഉണ്ടായിരിക്കും, അതേസമയം ചിന്തിക്കാനുള്ള കുറേ ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റലക്ച്വലി ആയി നമുക്ക് കുറേയധികം ചിന്തിക്കാനായിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആർട്ട് വർക്കാണ്. വെറുതെ ഒരാളെ പരിഹസിക്കുകയല്ല, മറിച്ച് അതിനുപരിയായിട്ട് സൊസൈറ്റിയിലൊരു പ്രോഗ്രസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെയും കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ സറ്റയർ പോയട്രീസ് രൂപീകരിക്കുന്നത്. പിന്നെ അതിൻ്റെ പർപ്പസ്. ഓക്കെ, ഇനി ഈ ഒരു പറയുന്ന സറ്റാരിക്കൽ പോയട്രിക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഡ്രൈഡൻ്റെ മാക്ഫ്ലെക്നോ എന്ന് പറയുന്ന ഈ ഒരു പോയം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. Okay, so thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.